ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ചോപ്പറിനകത്ത് വെച്ച് ഞാൻ അരിഞ്ഞെടുത്തതാണ്. 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. ഈ വറ്റൽമുളക് കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ പച്ചമുളക് ഒന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം ഈ തേങ്ങ അരയ്ക്കുന്നതിനകത്ത് വറ്റൽമുളക് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാമേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം, എങ്കിൽ തോരനെ അടിക്ക് പിടിക്കാനിടയുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. എല്ലാം നന്നായി വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. ചെറിയുള്ളിയും കറിവേപ്പില വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. തോരൻ ഇതിലേക്ക് മാറ്റാവേ. അപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തോരന്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.